നമുക്കൊരു മിനിമം ബഡ്ജറ്റ് ഹോട്ടൽ തുടങ്ങിയാലോ? നമ്മളുടെ കേരളത്തിൽ ഒരു ബിസിനസ് എന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം സാധാരണക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഹോട്ടൽ ബിസിനസ്. ഈ ഹോട്ടൽ വിജയമാണോ പരാജയമാണോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമാണ്. ഒരു വിധത്തിൽ ഒരുമാതിരി ഹോട്ടലുകളെല്ലാം ഒരു 6-8 മാസം കൊണ്ട് പൂട്ടിപ്പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണാറുള്ളത്. കേരളത്തിന്റെ സ്ഥിതി അതുതന്നെയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഹോട്ടൽ ഒരു 5-6 മാസം കഴിയുമ്പോൾ അതുവഴി പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അത് മാറി വേറൊരു സംഭവമായി മാറിയിട്ടുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ ഓണർ മാറിയിട്ടുണ്ടാവാം. നമുക്ക് ഹോട്ടൽ വിജയമാക്കാൻ 10 നിർദ്ദേശങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞ നിർദ്ദേശങ്ങളല്ല. മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ, സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ചന്ദ്രൻ സാർ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത് ഇന്നത്തെ പത്രത്തിലും വായിക്കാവുന്നതാണ്. ഒരു പക്ഷേ പത്രത്തിൽ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിനുവേണ്ടി നോക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കേരളത്തിൽ ഒരു ദിവസം 1 കോടി ആളുകൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്ക് പറയുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വീഡിയോ നാളെ ഇടുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഈ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ഇടാറുള്ളത്. ഇന്നും അതുതന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് പഠിക്കാനുണ്ടാവും. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പോയിന്റ്, നല്ല ലൊക്കേഷൻ തിരഞ്ഞെടുക്കണം. നമ്മൾ പലപ്പോഴും വാടക ലാഭിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ജനശ്രദ്ധ കിട്ടാത്ത സ്ഥലത്ത് ഹോട്ടലുകൾ തുടങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ പര്യാപ്തമായ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. വാടക ഒരുപക്ഷെ അല്പം കൂടിയാലും ലൊക്കേഷൻ നല്ലതാണെങ്കിൽ നമുക്ക് നേട്ടമുണ്ടാക്കിയെടുക്കാൻ പറ്റും. പേരുകൊണ്ട് പ്രശസ്തി നേടിയ ഏതാനും ഹോട്ടലുകൾ ഒഴികെ എല്ലാവർക്കും ലൊക്കേഷൻ ഒരു പ്രശ്നമാണ്. പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ റാന്നി പോയിരുന്നു. റാന്നി മണിമല റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ കുറേ ഹോട്ടലുകൾ നോക്കി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം എന്ന് വെച്ച് ഏതാണ്ടൊക്കെ ഹോട്ടലുകളൊക്കെ പതുക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഒരു 8-8:30 സമയമാണ്. 1-2 നിർത്തി നോക്കിയപ്പോഴത്തേക്കും ഫുഡ് ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞു. എനിവേ കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ആര്യാസ് ഹോട്ടൽ കണ്ടു. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കിട്ടും എന്നുള്ള താല്പര്യത്തിൽ കാർ അവിടെ നിർത്തി. ഞങ്ങൾ കുടുംബസമേതമായിരുന്നു. ഞങ്ങൾ ഇറങ്ങിച്ചെന്നു. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഓൾറെഡി നമ്മൾ കുറേ കാറുകളുടെ നിര പുറത്ത് കണ്ടതാണ്. അകത്ത് ഒരുപാട് ആളുകൾ, തിങ്ങി നിറഞ്ഞ ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. നല്ല ഫുഡ്. വില അല്പം കൂടുതലാണെങ്കിൽ പോലും നമുക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. നല്ല ഫുഡാണ്. കൃത്യസമയത്ത് ഉള്ള സപ്ലൈ ചെയ്യുന്നുണ്ട്. സപ്ലൈ ചെയ്യുന്നവർ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. ഒരു കുഴപ്പവുമില്ല. ആർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് ആ ഹോട്ടൽ. നിങ്ങൾ അതുവഴി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ ഈ ലൊക്കേഷൻ ആണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ടൗണിൽ നിന്ന് വിട്ടാണ് അതിൻ്റെ ലൊക്കേഷൻ. അതായത് അല്പം നമ്മൾ റാന്നിയിൽ നിന്ന് ടുവേർഡ്സ് മണിമല ഓടുമ്പോൾ ഒരു വിജനമായ പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല തരത്തിൽ ആളുകൾ കയറുന്ന ഹോട്ടലാണ്. രണ്ടാമത്തെ പോയിന്റ്, ഫുഡ് സേഫ്റ്റി നിബന്ധനകൾ പാലിക്കണം. വർഷത്തിൽ 12 ലക്ഷം രൂപയിൽ താഴെ വിറ്റുവരവ് പ്രതീക്ഷിക്കുന്ന ചെറിയ ഹോട്ടലുകളാണെങ്കിൽ, അതായത് 1 ലക്ഷം രൂപ മാസം കച്ചവടം പ്രതീക്ഷിക്കുന്ന ഹോട്ടലാണെങ്കിൽ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എടുത്താൽ മതി. വർഷം 100 രൂപയാണ് ഫീസ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ പ്ലേലിസ്റ്റ് FSSAI എടുത്താൽ ഒരുപാട് വീഡിയോകൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലുള്ള എമൗണ്ട് ആണ് നമുക്ക് വിറ്റുവരവായി വരുന്നത് എന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ ലൈസൻസ് തന്നെ എടുക്കണം. തൊഴിലാളികളുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന ലൈസൻസ് വേണം. ജലപരിശോധന സർട്ടിഫിക്കറ്റ് വേണം. പാഴ്സൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ ഇരുത്തി കഴിപ്പിക്കുന്നില്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. അതുകൂടാതെ വ്യക്തിപരമായ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് പ്രതിവർഷം 2000 രൂപ ഫീസ് അടച്ച് 5 വർഷത്തേക്ക്, അതായത് 10,000 രൂപ അടച്ച് നമുക്ക് 5 വർഷത്തേക്ക് ഈ ലൈസൻസും കരസ്ഥമാക്കാവുന്നതാണ്. അതെങ്ങനെയാണ് എന്നുള്ള വീഡിയോ ആണ് നേരത്തെ പറഞ്ഞത്. പിന്നെ വരുന്നത്, നമ്മൾ പാക്ക് ചെയ്ത് വിൽക്കുമ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്. പുതിയ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഹോട്ടൽ ഭക്ഷണങ്ങൾ ചൂടോടെ സീൽ ചെയ്ത് പാക്ക് ചെയ്ത് വിൽക്കുമ്പോൾ ഹോട്ടലിന്റെ വിവരങ്ങൾ, FSSAI അതായത് ഫുഡിന്റെ വിവരങ്ങൾ, വെജിറ്റേറിയൻ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ലോഗോകൾ, വില, ഉള്ളടക്കം
സമയപരിധി തുടങ്ങിയ വിവരങ്ങൾ പാക്കറ്റിന്റെ പുറത്തു തന്നെ ലഭ്യമാക്കണം. അടുത്ത പോയിന്റ് സിന്തറ്റിക് കളറുകളുടെ ഉപയോഗമാണ്. ഹോട്ടൽ ഭക്ഷണങ്ങളിൽ നാച്ചുറൽ കളറുകൾ വേണം ഉപയോഗിക്കാൻ. സിന്തറ്റിക് കളറുകൾ പാടില്ല എന്നാണ് നിയമം. പ്രിസർവേറ്റീവുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നിയന്ത്രിത അളവിൽ വേണം ഉപയോഗിക്കാനായിട്ട്. നിയന്ത്രിതമായ അളവ് എത്രയാണെന്ന് 2020 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് അഡിറ്റീവ്സ് റെഗുലേഷൻ എന്ന കേന്ദ്ര വിജ്ഞാപനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി തരുന്നതാണ്. അടുത്തത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി. ചെറിയ ഹോട്ടലുകളെ ഗ്രീൻ കാറ്റഗറി വിഭാഗത്തിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലിനജലവും ഭക്ഷണാവശിഷ്ടങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ. ഒരു ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് ബോധവാന്മാര് ആകുന്നത്. അടുത്ത പോയിന്റ് തദ്ദേശ സ്വയംഭരണ അനുമതി. ഫാക്ടറികള്, വ്യാപാരങ്ങള്, സംരംഭങ്ങള്, മറ്റു സേവനങ്ങള് എന്നിവയ്ക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് നിങ്ങളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന ലൈസൻസുകൾ എടുത്തിരിക്കണം. ഇപ്പോൾ 5 വർഷത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തതാണ് GST എടുക്കൽ. 20 ലക്ഷം രൂപ വരെ വാർഷിക വിറ്റുവരവ് പ്രതീക്ഷിക്കുന്ന ഹോട്ടലുകൾ GST രജിസ്ട്രേഷൻ എടുക്കണമെന്നില്ല. ഈ പരിധിക്ക് മുകളിൽ വരുന്ന ഹോട്ടലുകൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പ്രത്യേകിച്ച് UPI സംവിധാനം വഴി പ്രതിദിനം സ്വീകരിക്കുന്ന തുക ശരാശരി 6000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 5% GST. ഇത് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കേണ്ടതാണ്. അങ്ങനെ ഈടാക്കിയില്ല എങ്കിൽ സ്ഥാപന ഉടമകൾ അത് നൽകേണ്ടി വരും. ഈ GSTയെ കുറിച്ചുള്ള പ്രത്യേക വീഡിയോ നമ്മളുടെ പ്ലേലിസ്റ്റ് GST എടുത്താൽ കാണാം. അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു നോക്കുക. ഇനി അടുത്ത പോയിന്റാണ് അടുക്കള. അടുക്കള ആരെയും കാണിക്കാൻ കഴിയണം. ഹോട്ടലിന്റെയും റെസ്റ്റോറന്റിന്റെയും അടുക്കള കണ്ടാൽ ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന തരത്തിൽ വൃത്തിയുള്ളതാക്കി വെക്കണം. അത് ആരാവശ്യപ്പെട്ടാലും കാണിക്കണം. അതായത് നിങ്ങളുടെ കസ്റ്റമർ അടുക്കള ഒന്ന് കാണണമെന്ന് പറഞ്ഞാലും കാണിക്കണം. അത് നിയമമാണ്. പിന്നെ വേണ്ടത് മികച്ച സാങ്കേതിക വിദ്യകളാണ്. ഇപ്പൊ ഹോട്ടലുകളുടെ ഉൽപാദനം, ക്ലീനിങ്, വിതരണം എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ മെഷീനറികൾ ലഭ്യമാണ്. റോ മെറ്റീരിയൽസ് ക്ലീൻ ചെയ്യുന്നത് മുതൽ പാചകം ചെയ്യുന്നതിനും വിളമ്പുന്നതിനും പാക്ക് ചെയ്യുന്നതിനും ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. തൊഴിലാളികളെ കുറയ്ക്കാനും അതുവഴി ഉൽപാദന ചെലവ് കുറയ്ക്കാനും ഇതുവഴി സാധിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഏറ്റവും മെയിൻ പോയിന്റ് ആണ് 35% വരെ സബ്സിഡി ലഭിക്കും. എവിടെ നിന്ന്? ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും തുടങ്ങുന്നതിന് 35% വരെ സബ്സിഡിയോടെ വായ്പ ലഭിക്കും. അതായത് 1 ലക്ഷം രൂപ വായ്പ എടുത്താൽ 35%, 35,000 രൂപ സബ്സിഡി ലഭിക്കും. മുനിസിപ്പൽ പ്രദേശത്ത് 15 തൊട്ട് 25% വരെയും പഞ്ചായത്ത് പ്രദേശത്ത് 25% മുതൽ 35% വരെയുമാണ് സബ്സിഡി ലഭിക്കുന്നത്. 20 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. PMEGP പദ്ധതിയുടെ പരിഷ്കരിച്ച നിബന്ധന പ്രകാരമാണ് വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകൾക്ക് വായ്പ ലഭിക്കുന്നത്. ഈ PMEGP ലോണുകളെ കുറിച്ച് നമ്മളുടെ പ്ലേലിസ്റ്റ് ബിസിനസ് ലോൺസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോകൾ ധാരാളം ലഭിക്കുന്നതാണ്. ഇവിടെ 10 പോയിന്റുകളാണ് പറഞ്ഞത്. ഈ 10 പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോട്ടൽ ബിസിനസ് വിജയിപ്പിക്കാൻ സാധിക്കും. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.